അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. ഏറ്റവും പ്രഗൽഭമായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ദിവസം. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെയൊക്കെ എന്ത് ഉദ്ദേശവും എന്ത് ആഗ്രഹങ്ങളും നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ച് അത് നേടിയെടുക്കാൻ പറ്റിയ ഏറ്റവും മുഹൂർത്തമായ സമയമാണ്, ദിവസമാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം. പ്രധാനമായിട്ടും ഇന്ന് അസറിന്റെ ശേഷം ദുആക്ക് ഇജാബത്ത് 100% തന്നെ ഉറപ്പു പറയാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ദിക്ർ ഈ പ്രാർത്ഥന നിങ്ങൾ വെറും 3 വട്ടം ചൊല്ലിയാൽ തന്നെ വളരെ ഈസി ആയിട്ട് വളരെ വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിറവേറ്റി തരും. അത്രക്കും പവർഫുൾ ആയ ഒരു ദുആയാണ്, ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡുകൾ ചിലവഴിച്ചാൽ മതി. എന്നാൽ ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെയും ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെയും മറ്റുമൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. അവരുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും മിന്നൽ വേഗത്തിൽ നിറവേറ്റി കൊടുക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരെയും നമ്മെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. രോഗങ്ങൾ, കടങ്ങൾ, മാനസിക പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ബറക്കത്തുമുള്ള നല്ലൊരു കുടുംബജീവിതം നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ദിവസമുണ്ടല്ലോ, നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. കാരണം ഇങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന വലിയ വലിയ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അത് നമുക്ക് വലിയ തീരാ നഷ്ടം എന്ന് തന്നെ പറയാം. അതായത് നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടാനുണ്ട്. ദുനിയാവിലെ കാര്യമായിക്കോട്ടെ ആഖിറത്തിലെ വിജയത്തിനായിക്കോട്ടെ, നമ്മൾ അള്ളാഹുവിനോട് അത് പറയാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഇന്നത്തെ ഈ ദിവസം. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പടപ്പുകളിലേക്ക്, അടിമകളിലേക്ക് ഏറ്റവും ശ്രദ്ധ ചെലുത്തുന്ന ഒരു ദിവസമാണ്, സമയമാണ് ഇന്ന്. മാത്രമല്ല നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ ഇബാദത്തിനും സൽക്കർമ്മത്തിനൊക്കെ എത്രയോ ഇരട്ടി പ്രതിഫലമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ മറക്കാതെ പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക. പ്രധാനമായിട്ടും സൂറത്തുൽ കഹ്ഫ്, സൂറത്ത് യാസീൻ, സൂറത്തുൽ ഇഖ്ലാസ് അങ്ങനെയുള്ള സൂറത്തുകളൊക്കെ ധാരാളം ഓതുക. അതുപോലെ സ്വലാത്തിനെ അധികരിപ്പിക്കുക, ദിക്റുകൾ ചൊല്ലുന്നത് അധികരിപ്പിക്കുക, ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. വെള്ളിയാഴ്ച എന്ന നിലക്ക് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പരിഗണിക്കേണ്ടത് ഇന്നത്തെ അസറിന്റെ സമയമാണ്. കാരണം വെള്ളിയാഴ്ച അസറിന്റെ ശേഷമുള്ള സമയം വളരെ പോരിശയാക്കപ്പെട്ട സമയമാണ്, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ഒരിക്കൽ ഒരു മഹാൻ പറയുകയുണ്ടായി, ഞാൻ വെള്ളിയാഴ്ച അസറിന്റെ ശേഷമുള്ള ദുആ നിർത്തിവെച്ചു, ഇനി ഞാൻ ആ സമയത്ത് ദുആ ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ ആ മഹാനോട് ചോദിച്ചു അത് എന്താണ് എന്ന്. ആ സമയത്ത് ആ മഹാൻ പറയുകയാണ്, വെള്ളിയാഴ്ച അസറിന്റെ ശേഷം ഞാൻ ചോദിക്കുന്നതെല്ലാം റബ്ബ് സുബ്ഹാനഹു തആല നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് എന്തെല്ലാം വേണോ, എൻ്റെ മരണം വരെ, എൻ്റെ ജീവിത അവസാനം വരെ, അതിലപ്പുറവും എൻ്റെ തലമുറക്ക് കഴിയാനുള്ളതും മറ്റെല്ലാം ഞാൻ ചോദിക്കുന്നത് എന്തെല്ലാം, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് നൽകി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഞാൻ ഈ ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും വെള്ളിയാഴ്ച അസറിന് ശേഷം ദുആ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാം, വെള്ളിയാഴ്ച അസറിന്റെ ശേഷം ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മറക്കാതെ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച അസറിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക.
എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം അസറിന്റെ സമയം, അസറിന്റെ ശേഷമുള്ള സമയം പ്രത്യേകം പരിഗണിക്കണം എന്ന്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കപ്പെട്ട സമയമാണ് വെള്ളിയാഴ്ച അസറിന്റെ ശേഷം. ആദം നബിയുടെ ജനന സമയമാണ് അത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിന്റെ സമയം നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണേണ്ട സമയമല്ല. വളരെ ശ്രേഷ്ഠതയേറിയ ഒരു സമയമാണ് അത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്? ജുമാ നിസ്കാരമാണെന്ന് നമുക്കറിയാം. എന്നാൽ രണ്ടാമതായി ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം ഏതാണ്? സുബഹി നിസ്കാരമോ, മഗ്രിബ് നിസ്കാരമോ, ഇശാ നിസ്കാരമോ, ളുഹ്ർ നിസ്കാരമോ ഒന്നുമല്ല, അത് അസർ നിസ്കാരമാണ്. കാരണം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു നിസ്കാരമാണ് അസർ നിസ്കാരം. അസർ നിസ്കാരത്തിന് നിങ്ങൾ പ്രത്യേക പരിഗണന നൽകണം എന്ന്. അസറിന് ശേഷം ആരും കിടന്നുറങ്ങരുത് എന്ന് ഉസ്താദുമാരും പഴമക്കാരും ഒക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കാറില്ലേ? അസറിന് ശേഷം കിടന്നുറങ്ങിയാൽ ആ മനുഷ്യന്റെ ബുദ്ധി മന്ദബുദ്ധിയാകും, അവന്റെ ബുദ്ധി തകരാറിലാകും, അവരുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എല്ലാം കുറഞ്ഞു പോകും, അവരുടെ മെമ്മറി തകരാറിലാകും. അസറിന്റെ ശേഷം ആരെങ്കിലും കിടന്നുറങ്ങുന്നത് കണ്ടാൽ അവരെ ഉണർത്തുന്നത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അപ്പോ അത്രക്കും വലിയ പ്രാധാന്യമുള്ള, വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സമയമാണ് അസറിന്റെ ശേഷമുള്ള സമയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉദ്ദേശം എന്താണോ, നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച അസറിന്റെ ശേഷം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദുആ ചൊല്ലിക്കൊണ്ട് 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അത് എളുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരും. ഇനി നിങ്ങൾക്ക് വെള്ളിയാഴ്ച അസറിന്റെ ശേഷം ഈ കാര്യം ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഏത് സമയമായിക്കോട്ടെ നിങ്ങൾ ഈ കാര്യം ചെയ്യുക. അതായത് അസറിന്റെ ശേഷമോ, അല്ലെങ്കിൽ ഇശാ മഗ്രിബിന്റെ ഇടയിലോ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമോ, ഏത് സമയമായിക്കോട്ടെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദുആ ചൊല്ലിക്കൊണ്ട് വെറും 3 വട്ടം ചൊല്ലിയാൽ മതി. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ഉദ്ദേശം, ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മിന്നൽ വേഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ ദുആ സ്വീകരിക്കുകയും നിങ്ങളുടെ ഉദ്ദേശം എന്താണോ, ആഗ്രഹം എന്താണോ, പ്രയാസം എന്താണോ അത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുകയും ചെയ്യുന്നതാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ മുഴുവൻ നമ്മൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന്, ഉത്തരമുണ്ട് എന്ന്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളിൽ ഏതെങ്കിലും ഒരു നാമം നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താലും ആ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് നമുക്കറിയാം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിന്ന് നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന് ഒരു മലക്കുണ്ട്. ആ മലക്കിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് യാ അർഹമർ റാഹിമീൻ എന്ന് പറയുന്ന ആളുകളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ആ മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. യാ അർഹമർ റാഹിമീൻ എന്ന ഈ ദിക്റിന്റെ അർത്ഥം കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനായ അല്ലാഹ്. ഈ ഒരു നാമമാണ്, ഈ ഒരു ദുആയാണ് നമ്മൾ 3 വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. അതായത് ഈ ഇസ്മ 3 പ്രാവശ്യം ചൊല്ലുന്നവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആ മലക്ക് നമ്മോട് പറയും, ഇത് ചൊല്ലുന്നവരോട് പറയും, കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനായ അള്ളാഹു നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു.
അതുകൊണ്ട് നീ നിന്റെ എന്ത് കാര്യമാണോ എന്ത് ഉദ്ദേശമാണോ അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത് അത് നീ ചോദിച്ചോളൂ എന്ന് ഈ മലക്ക് ഈ നാമം ചൊല്ലുന്നവരോട് പറയും. അതായത് ഈ ഒരു ഇസ്മ നമ്മൾ 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉടനടി ഉത്തരമുണ്ട് എന്നാണ് അർത്ഥം. അതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഈ ഒരു നാമം യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന് നിങ്ങൾ 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ ആഗ്രഹമാണോ എന്ത് പ്രയാസമാണോ അത് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പറയുക. ഇത് സ്ത്രീകൾക്ക് മെൻസസ് ഉള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്റാണ്, ഒരു നാമമാണ്, ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മറക്കാതെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെള്ളിയാഴ്ച അസറിന്റെ ശേഷമുള്ള സമയത്തിന്റെ ശ്രേഷ്ഠത, പ്രത്യേകത, മഹത്വങ്ങൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ ആ സമയം നിങ്ങൾ ഈ ഒരു ദിക്ർ 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും അത് നിങ്ങൾക്ക് ഹൈറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കത് എളുപ്പത്തിൽ നിറവേറ്റി തരും. നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. മാത്രമല്ല, എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങൾക്ക് വരുന്ന സമയത്ത്, ടെൻഷൻ വരുന്ന സമയത്ത്, മനസ്സമാധാനം നഷ്ടപ്പെടുന്ന സമയത്തൊക്കെ യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന് നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. നിങ്ങളുടെ മനസ്സിന് നല്ല സമാധാനം ലഭിക്കും. മാത്രമല്ല, എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്ത് മുസീബത്തുകളിൽ നിന്നും, എല്ലാ പൈശാചിക ശല്യങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് മറക്കാതെ ഈ ഒരു ദിക്ർ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും, എല്ലാ അപകടങ്ങളെ തൊട്ടും, ആപത്ത് മുസീബത്തുകളെ തൊട്ടും, എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളെ തൊട്ടും, കടങ്ങളെ തൊട്ടും, രോഗങ്ങളെ തൊട്ടും എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒക്കെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ദുനിയാവിലും മരണശേഷം ഖബറിലും നാളെ പരലോകത്തും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ കാര്യങ്ങളിലും വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.